നവംബർ 20, 2024 വേൾഡ് COPD ഡേ ആണ്. COPD എന്ന് പറഞ്ഞാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ശ്വാസകോശത്തെ നമ്മുടെ വായു മലിനീകരണവും പുകയിലയുടെ ഉപയോഗവും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരസുഖമാണ് COPD. ഈ COPD ഇന്ന് പുക വലിക്കാത്ത ആൾക്കാരിൽ പോലും ഒരുപാടുണ്ടാകുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത. പ്രത്യേകിച്ചും ഡൽഹിയിലെ ഇപ്പോഴത്തെ പൊല്യൂഷൻ അനുസരിച്ച് ഒരു ദിവസം 30 സിഗരറ്റ് വരെ വലിക്കുന്ന ഒരാളുടെ ശ്വാസകോശം പോലെ സാധാരണ ഒരു വ്യക്തിയുടെ ശ്വാസകോശം മാറിപ്പോകുന്നു, അല്ലെങ്കിൽ അതിന് അത്രയും ലങ് ഫങ്ഷൻ ഡിക്ലൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മൾ ഈ ഒരുപാട് വർദ്ധിതമായിട്ടുള്ള ഡീസൽ എൻജിൻ അല്ലെങ്കിൽ പെട്രോൾ എൻജിൻ ICE വാഹനങ്ങളുടെ ഉപയോഗം, മാത്രമല്ല പലതരത്തിലുള്ള വേസ്റ്റ് കത്തിക്കൽ, ഈ ഓർഗാനിക് വേസ്റ്റ് പാടങ്ങളിലൊക്കെയുള്ള വേസ്റ്റുകൾ കത്തിക്കുന്നത് നിമിത്തം ദീപാവലി പോലുള്ള വലിയ സെലിബ്രേഷൻസിന് നമ്മൾ പടക്കം പൊട്ടിക്കുമ്പോൾ, പൂത്തിരി കത്തിക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന പുക ഭയങ്കരമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഒരുപാട് കൂട്ടുന്നു എന്നുള്ളതാണ് പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മൂടൽമഞ്ഞ് പോലെ പുക നിറഞ്ഞു നിൽക്കുന്നത് കാരണം അവിടങ്ങളിൽ പരസ്പരം കാണാൻ പോലും പറ്റാത്ത രീതിയിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ പൊല്യൂഷൻ എല്ലാം നമ്മുടെ ശ്വാസകോശത്തിൽ ഒരുപാട് തരത്തിൽ ആഘാതങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. ഒരാളുടെ ആയുസ് 7 മുതൽ 8 വർഷം വരെ കുറയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പഠനങ്ങൾ, ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റഡീസ് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് തന്നെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നല്ല ഭക്ഷണം, നല്ല ജലം, അതേപോലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സംഗതിയാണ് നല്ല ഓക്സിജൻ സമൃദ്ധമായിട്ടുള്ള വായു നമുക്ക് ശ്വസിക്കാൻ വേണം എന്നുള്ളത്. അപ്പോൾ COPD എന്ന് പറയുന്ന അസുഖം മാത്രമല്ല, COPD 2 കമ്പോണൻസ് ആണ്, എംഫിസിമ, ബ്രോങ്കൈറ്റിസ് എന്നിങ്ങനെ 2 ഭാഗങ്ങൾ. ഈ 2 പ്രശ്നങ്ങളും പല അളവിൽ കൊച്ചുകുട്ടികളിൽ പോലും ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. രണ്ടാമത് ക്യാൻസർ, പുകവലിക്കാത്ത ആൾക്കാരിൽ പോലും, അത് ശ്വാസകോശ സംബന്ധമായത് മാത്രമല്ല, എവിടെ വേണമെങ്കിലും ശരീരത്തിൽ ക്യാൻസർ ബാധിക്കാനായിട്ട് ഈ പുക നിറഞ്ഞ വായു ശ്വസിക്കുന്നത് ഒരു കാരണമാണ്. അപ്പോഴാണ് നമ്മൾ മാതൃകയാക്കേണ്ട ഒരു രാജ്യത്തെക്കുറിച്ചും കൂടി നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ സ്വന്തം അയൽസ്ഥാനം ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഭൂട്ടാൻ. ഭൂട്ടാൻ കാർബൺ നെഗറ്റീവ് രാജ്യമാണ് എന്ന് പറയും. അതായത് അവർ ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ ഇരട്ടിയോളം അവർ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നു. അതായത് കാർബൺ നെഗറ്റീവായിട്ട് അത് റീസൈക്കിൾ ചെയ്യുന്നു. അതിന് കാരണമുണ്ട്. അവർ ഓരോ ആഘോഷങ്ങളും അവർ ചെയ്യുന്നത് 100,000 മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ്. അവിടെ രാജാവിൻ്റെ ജന്മദിനം ആഘോഷിച്ചത് അങ്ങനെയാണ്. അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും ജന്മദിനം ആഘോഷിക്കുന്നത് ഒരേ ദിവസം തന്നെയാണ്. ആ ദിവസം ഒരുപാട് മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ്. നമുക്കും അത് മാതൃകയാക്കാം. നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഓരോ വർഷവും ഒരു 10 മരങ്ങൾ നട്ടുപിടിപ്പിച്ച് അത് നട്ട് വളർത്തി അതിനെ പരിപാലിക്കുന്നവർക്ക് നമുക്ക് ഗ്രേസ് മാർക്കുകൾ കൊടുക്കാം. അതുപോലെ വനനശീകരണം വളരെ സ്ട്രിക്റ്റായിട്ട് കൺട്രോൾ ചെയ്യണം. പ്ലാസ്റ്റിക് കത്തിക്കുന്നത്, പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കത്തിക്കൽ സ്ട്രിക്റ്റായിട്ട് പ്രിവെൻറ്റ് ചെയ്യണം. പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കണം. ശരിക്കും ഇതിനൊക്കെയാണ് നമ്മൾ കൂടുതൽ പിഴ ഈടാക്കേണ്ടത്, സ്ട്രിക്റ്റായിട്ട് ഫൈൻ ഇമ്പോസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ റോഡുകളൊക്കെ വളരെ മോശമായിട്ട് കിടക്കുന്നു. ഈ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് മൂലം നമുക്ക് റബ്ബറൈസ്ഡ് റോഡാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. പ്ലാസ്റ്റിക് റോഡുകളുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഏതൊക്കെ തരത്തിൽ മാലിന്യ നിർമ്മാർജ്ജനം ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കാം, കാർബണിൻ്റെ വികിരണം, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പുറന്തള്ളൽ എത്രത്തോളം താഴ്ത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ ചെറുപ്പക്കാരിൽ, കൊച്ചുകുട്ടികൾ മുതലേ അതൊരു ശീലമാക്കി എടുക്കാനായിട്ട് നമ്മുടെ സമ്പ്രദായം, വിദ്യാഭ്യാസത്തിലാണെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുത്തണം. അപ്പോൾ COPD എന്ന് പറയുന്ന ഈ അസുഖം ഏറ്റവും കൂടുതൽ മുമ്പ് പുകവലി കൊണ്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇന്ന് അതുകൊണ്ടല്ല, പുക വലിക്കാത്തവരിൽ പോലും ഉണ്ടാകുന്നു. ഇപ്പോൾ പുകയില്ലാത്ത തരത്തിലുള്ള സിഗരറ്റുകളുണ്ട്, സിഗരറ്റുകൾ. എന്നാൽ സിഗരറ്റും അതുപോലെ തന്നെ ഹാനികരമാണ്. അതിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ പുക വലിക്കുന്ന ആൾക്കാർക്ക് അത് നിർത്താനായിട്ട് 2-3 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് വരാതെ നമുക്ക് എന്തെങ്കിലും വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ കുറിക്കാനായിട്ട് കൊടുക്കാം. അതുപോലെ കാപ്പി, ചായ പോലുള്ള മധുരമില്ലാത്ത പാനീയങ്ങൾ, ബെവറേജസ് നമുക്ക് ഉപയോഗിക്കാം. ക്ഷീണമുണ്ടാവുകയോ ഭയങ്കരമായ അരിശം വരികയോ ദേഷ്യം വരികയോ ഉറക്കക്കുറവ് ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുക. അപ്പോൾ ഈ നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ഉണ്ട്, ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന മരുന്നുകളുണ്ട്. ഉറക്കം പ്രോപ്പറാകാനും ഈ കിക്ക്, ഡോപ്പമിൻ റിലീസ് സർജ് കിട്ടാനായിട്ട് അതിന് തക്ക രീതിയിലുള്ള മരുന്നുകൾ വേറെ അവൈലബിൾ ആണ്.
അത് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് ആ മരുന്നുകളും ആവശ്യമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഈ ടുബാക്കോ അഡിക്ഷനിൽ നിന്ന് പൂർണ്ണമായിട്ടും നമുക്ക് മുക്തിയാക്കാം. അതുപോലെ തന്നെ ടുബാക്കോ കുഴപ്പമില്ലാത്തൊരു സംഗതിയാണ് എന്ന് പറഞ്ഞ് പലരും കനബിസ്, കഞ്ചാവ് ഉപയോഗിക്കുന്നവരുണ്ട്. എന്നാൽ അതും നമ്മുടെ വരും തലമുറയെ പോലും DNA മ്യൂട്ടേഷൻസ് പോലും ഉണ്ടാക്കുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് DNA മ്യൂട്ടേഷൻസ് ഉണ്ടാക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും സ്ത്രീകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആകുമ്പോഴത്തേക്കും ജനിതക വൈകല്യമുള്ള കുഞ്ഞുങ്ങളുണ്ടാകാൻ പോലും അത് കാരണമാകും. ഉദ്ധാരണക്കുറവ്, ശീഘ്രസ്ഖലനം പോലുള്ള ലൈംഗികപരമായിട്ടുള്ള രോഗങ്ങളുണ്ടാകാൻ പുകവലിയും ഈ കനാബിസിൻ്റെ ഉപയോഗവും വളരെയധികം കാരണമാകുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് കൂടുതൽ ഡോപ്പമൈൻ കിട്ടാനായിട്ട് പ്രകൃതിയെ കൂടുതലായിട്ട് സ്നേഹിക്കാനും പ്രകൃതി ദേവോഭവ എന്ന കോൺസെപ്റ്റിലോട്ട് മാറാനും ശ്രദ്ധിക്കാവുന്നതാണ്. പ്രകൃതിയിൽ കൂടുതലായിട്ട് നമുക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, നമ്മുടെ പരിസരമെല്ലാം ക്ലീൻ ചെയ്യാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതിലേക്ക് ശ്രദ്ധ തിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് തരത്തിലുള്ള ദൈവങ്ങളെ ആരാധിക്കുന്ന ആൾക്കാരാണ്. ക്രിസ്തു മതവിശ്വാസികളുണ്ട്, ബുദ്ധമതവിശ്വാസികളുണ്ട്, ഹിന്ദുസുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിന് മറ്റൊരു ഉദാഹരണമാണ് പ്രകൃതി ദേവോഭവ. പ്രകൃതിയെ കൂടുതലായിട്ട് സ്നേഹിക്കുക. അല്ലെങ്കിൽ പ്രകൃതി ഇല്ലാതെ പോയെന്നാൽ നമ്മളും ബാക്കിയുണ്ടാവില്ല. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. ബിപിൻ ജോസ്.